ഹസ്തിനപുരത്തിൻ്റെയും പാഞ്ചാലത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളുടെയും അധികാര വടംവലികൾക്ക് വിധേയമാകുന്ന ഇടം ആത്രേയകം. തിരസ്കരിക്കപ്പെട്ടവരുടെയും വിജയിച്ചിട്ടും തോറ്റവരായി പോയവരുടെയും ഇടം ആത്രേയകം. നിരമിത്രന് അഭയമാകുന്ന ആത്രേയകം. പാരമ്പര്യ പൈതൃക ചികിത്സാ രീതികളുടെ വനസ്ഥലിയായ ആത്രേയകം. പ്രണയത്തിനും തിരസ്കാരത്തിനുമിടയിൽ ധർമ്മം തോറ്റുപോകുന്നതിൽ കുറ്റബോധം കൊണ്ട് നീറുന്ന മനുഷ്യത്വവും അനുതാപവും നൈതികതയും ഉള്ളിൽ സൂക്ഷിക്കുന്ന നിരമിത്രനെ പോലെയുള്ള മനുഷ്യരും എത്തിച്ചേരുന്ന മൃതിയുടെയും ഔഷധിയുടെയും ഭൂമികയായി അടയാളപ്പെടുത്തുന്ന ആത്രേയകം. പ്രാന്തങ്ങളിൽ നിന്ന് ജനപദ കേന്ദ്രങ്ങളിലേക്ക് നോക്കുന്ന രചനയാണ് ഇത്. മഹാഭാരതത്തിൽ എവിടെയും സ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ക്ഷാത്ര നാഗരികതയ്ക്ക് അപരിചിതമായ ആത്രേയം എന്ന അജ്ഞാത ദേശം. രാജദ്രോഹികളും അജ്ഞാത ശവങ്ങളും അശരണരും രോഗികളുമെല്ലാം കൊണ്ടുതള്ളപ്പെടുന്ന ഔഷധഗന്ധം ആധാരശ്രുതിയായ ആത്രേയത്തിലേക്ക് അഭയം തേടി എത്തിച്ചേരുകയാണ് നിരമിത്രൻ. പൗരുഷത്തിന്റെ ഘോഷാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും പിഴച്ചു പോകുന്ന, ജന്മഭയത്താൽ രാജമുദ്രകൾ മാഞ്ഞു തുടങ്ങിയ നിരമിത്രൻ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി ധർമാധർമ്മങ്ങളും പാപപുണ്യങ്ങളുമെല്ലാം പലയളവിൽ പകുത്തെടുക്കപ്പെടുന്ന ജീവിതമെന്ന പ്രഹേളികയെ പുത്തനായി വ്യാഖ്യാനിക്കുകയാണ് ആ രാജശ്രീ തൻ്റെ നോവലായ ആത്രേയകത്തിലൂടെ. അതെ, കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എഴുതിയ ആ രാജശ്രീയുടെ രണ്ടാമത്തെ നോവലാണ് ആത്രേയകം. പ്രാന്തങ്ങളിൽ നിന്ന് ജനപദ കേന്ദ്രങ്ങളിലേക്ക് നോക്കൂ. നമ്മൾ കേട്ട ആഖ്യാനങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം മറ്റൊരു രൂപം കൈവരുന്നത് കാണാം. കൃഷ്ണയുടെ മുന്നിലും ഉലൂബിയുടെ മുന്നിലും എല്ലായിടത്തും അർജുനന് ഒരു പ്രതിനായക രൂപം കൈവരുന്നത് കാണാം. അയാളാൽ കുലം മുടിഞ്ഞവരുടെ പ്രാക്കുകൾ നമുക്ക് കേൾക്കാം. ഓർമ്മകൾ ജീവിതം തന്നെയാണ്, അവയൊന്നും എഴുതിത്തള്ളാനാവില്ല എന്ന നിരാശ നിരമിത്രനെ പൊതിഞ്ഞു. പിന്നിലുപേക്ഷിച്ച കാട് തളിർത്തോ പൂത്തോ എന്ന് ആകുലപ്പെടേണ്ടതില്ല. പാഞ്ചാലവുമായി ഒരു ബന്ധവും ശേഷിക്കുന്നില്ല എന്ന് ഇടയ്ക്കിടെ സ്വയം ഓർമ്മിപ്പിക്കേണ്ടി വരാറുണ്ട്. ചില നേരങ്ങളിൽ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതും മനുഷ്യർ മറന്നുപോകും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യമായി മനുഷ്യർ മറന്നുകളയേണ്ട ചിലതുണ്ട്. അവ കൃത്യമായ ഇടവേള പാലിച്ച് മുന്നറിയിപ്പില്ലാതെ ചാടി മുന്നിലെത്തും. മനുഷ്യരുടേത് ആകപ്പാടെ ഒരു കൗതുക ജീവിതമാണ്. ഒക്കെ അവരവരുടെ ഇഷ്ടത്തിന് നടന്ന